എല്ലാവർക്കും നമസ്കാരം. ബി ഉണ്ണികൃഷ്ണൻ്റെ നിവിൻ പോളി നായകനായിട്ടുള്ള പ്രതിച്ഛായ എന്ന സിനിമ കണ്ടു. ഈ സിനിമയ്ക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ബി ഉണ്ണികൃഷ്ണൻ ലാസ്റ്റ് കുറേ പടങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആറാട്ട്, ക്രിസ്റ്റഫർ, പിന്നെ മോൺസ്റ്ററിൻ്റെ തിരക്കഥ എഴുതിയതും പുള്ളി തന്നെയാണ്. പിന്നെ നിവിൻ പോളി ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വരുമ്പോൾ അത് എത്രത്തോളം കൺവിൻസിങ് ആവുമെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് കയറിയപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം ഡയറക്ഷൻ ശൈലിയൊക്കെയാണ് വരുന്നത്. ഭയങ്കരമായിട്ട് BGM കയറി, ഓവർ ദ ടോപ്പ് BGM കയറി വല്ലാണ്ട് അങ്ങ് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ. ആൻഡ് ഷോട്ടുകളൊക്കെ പട്ടപ്പട്ട എടുത്തു പോകുന്നു, നമുക്ക് സിനിമയായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ ബാലേന്ദ്ര മേനോൻ്റെ കുറച്ച് സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സിനിമയിലൂടെ കുറച്ചങ്ങോട്ട് നമ്മൾ ഇന്നായേ. എന്നാലും ഒരു പൂർണ്ണമായിട്ട് ഒന്ന് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ബാലേന്ദ്രമേനോൻ നടക്കുമ്പോഴൊക്കെ BGM ആണ്, ബാലേന്ദ്രമേനോൻ്റെ കാറ് പോകുമ്പോൾ BGM ആണ്, ഭയങ്കരമായിട്ട് ഒച്ചയ്ക്കാണ് ഈ BGM വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നിവിൻ പോളിയുടെ എൻട്രി വരികയാണ്. നിവിൻ പോളി എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടൊരു നിവിൻ പോളി. നമ്മൾ റൊമാൻറ്റിക് നിവിൻ പോളി കണ്ടിട്ടുണ്ട്. ആ ഒരു രസത്തോടു കൂടി തന്നെയാണ് നിവിൻ പോളി എൻട്രി ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും ഈ സിനിമയിൽ. ആ ഒരു കുറുമ്പൊക്കെ ആയിട്ട് നിവിൻ പോളി എൻ്റർ ആവുകയാണ്. നിവിൻ പോളി എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് പടം ഭയങ്കര രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നിവിൻ പോളി എൻ്റർ ആയി കഴിഞ്ഞിട്ട് നിവിൻ പോളിയും നമ്മുടെ ബാലേന്ദ്ര മേനോനുമായിട്ട് കുറേ കോമ്പിനേഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പടത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് കയറി. അവരുടെ കോമ്പിനേഷൻ സീക്വൻസുകളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു അച്ഛൻ മോൻ ഒരു കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ഗിവ് ആൻഡ് ടേക്കാണ് അവർ തമ്മിൽ പോയിക്കൊണ്ടിരുന്നത്. നല്ല തഴക്കം വന്നൊരു ആക്ടർ അഭിനയിക്കുന്ന പോലെ നിവിൻ പോളി അഭിനയിക്കുന്ന പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് BGM ഒന്നും നമുക്കൊരു പ്രശ്നമല്ലായിരുന്നു. BGM നമ്മൾ ബാലൻസായി. അതുപോലെ തന്നെ സീനുകളിലെ ഷോട്ടുകളുടെയൊക്കെ ഒരു പരിപാടിയൊക്കെ നമ്മൾ ബാലൻസായി. നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി പടം. ഇത് കഴിഞ്ഞിട്ട് നിവിൻ പോളി സീരിയസ് ആവുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ഉണ്ട്. നിവിൻ പോളി അങ്ങ് തകർക്കുക. ഡയറക്ഷനിൽ ബി ഉണ്ണികൃഷ്ണൻ ടോപ്പിൽ, സ്ക്രിപ്റ്റിങ്ങിൽ വേറെ ലെവല്. ആ രീതിയിൽ പടം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് 20 മിനിറ്റ് പണി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആൾ കുറവായതുകൊണ്ട് നമുക്ക് കൈയടിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാൾ കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മനസ്സിൽ അറിഞ്ഞ് കൈയടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു 20 മിനിറ്റ്. അത് തീയായിരുന്നു നിവിൻ പോളി, തീയായിരുന്നു സ്ക്രിപ്റ്റ്, തീയായിരുന്നു ഡയറക്ഷൻ. അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ പരിപാടികളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ഒരു സാധാരണ ഒരു ക്ലീഷേ രാഷ്ട്രീയ പടത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ സിനിമ തുടങ്ങുമ്പോഴേ ഒരു ലൂസിഫർ ചായവ് സിനിമയ്ക്കുണ്ട്. തുടക്കം ഒരു അന്താരാഷ്ട്ര സീനൊക്കെ കാണിച്ചിട്ട് പിന്നെ നമ്മുടെ കേരള പൊളിറ്റിക്സിലേക്ക് വരുന്നു. സെയിം ലൂസിഫർ ഫീൽഡിലാണ് തുടക്കം തൊട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇനി ലൂസിഫറിൽ നിന്ന് അടിച്ചു മാറ്റി പടം ചെയ്ത് കഴിഞ്ഞാൽ പടം പൊട്ടത്തില്ലെന്നൊക്കെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴും ലൂസിഫറുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീക്വൻസ് അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ലൂസിഫറിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നാൽ രസമുള്ളൊരു പടമായിട്ടാണ് തോന്നുന്നത്. ഒരു ഡീസൻറ്റ് പടമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ആ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചൊന്ന് താഴോട്ട് പോകുന്നുണ്ട് സിനിമ. പക്ഷേ അവസാനമൊക്കെ ആകുമ്പോൾ ഓക്കെ രീതിയിൽ പടം അവസാനിക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ നല്ല പെർഫോമൻസ് കാണാൻ പറ്റും. മറ്റൊരു നിവിൻ പോളി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ കുറുമ്പ് നഷ്ടപ്പെട്ടിട്ടുമില്ല. ടോട്ടലി ഒരു വർത്ത് വാച്ച് ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. നിവിൻ പോളി വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു കംബാക്ക് നടത്തുന്നതിലും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.